ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്തു പോകുന്നു. ഇത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇടയ്ക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഇതിനുള്ള ഒരു ഉത്തരം തേടി നമ്മൾ എങ്ങോട്ടാണ് നോക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൽ പവർ എന്ന വാക്കിലേക്കാണ്. മനഃശക്തി, അതായത് വിൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ളതിനെ, നമ്മുടെ ചിന്തയിലുള്ളതിനെ പ്രവൃത്തിയിൽ കൊണ്ടുവരുവാനുള്ള നമ്മുടെ മനസ്സിൻ്റെ ശക്തിയാണ് വിൽ പവർ. അത് വീക്കാവുമ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം സംഭവിക്കുന്നത്. ചെയ്യാൻ ആഗ്രഹമില്ലാത്തത് ചെയ്യുന്നതും ചെയ്യേണ്ടാന്ന് വെക്കുന്നത് ചെയ്തു പോകുന്നതും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിൽ പവർ ഒരു സൂപ്പർ പവറാണ്. ലോകത്ത് ആരെങ്കിലും എന്തെങ്കിലും നേടിയിട്ടുണ്ടോ, എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടോ, അത് വിൽ പവർ കൊണ്ടാണ്. എല്ലാ സക്സസ് സ്റ്റോറീസിൻ്റെ പിറകിൽ നിൽക്കുന്ന ഒരു വലിയ ശക്തിയാണിത്. പുതിയ ശീലങ്ങൾ ഉണ്ടാക്കാൻ, ആരും നടക്കാത്ത വഴികളിലൂടെയെല്ലാം നടക്കാൻ, ഡിസ്ട്രാക്ഷൻസ് നിറഞ്ഞ ലോകത്തിൽ ഫോക്കസ്ഡായി ജീവിക്കാൻ, ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത് വിൽ പവറാണ്. വിൽ പവറിനെ നമുക്ക് നിസ്സാരമായിട്ട് മനസ്സിലാക്കാം. വിൽ പവർ ഉള്ളവർ നോക്കുന്നത് ഒരിക്കലും ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആയിരിക്കില്ല. അതായത് പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്ന, പെട്ടെന്ന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളായിരിക്കില്ല. ലോങ് ടൈം ഗോൾസ് ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കഷ്ടപ്പാടുണ്ടാകും. പക്ഷേ ആ പഠിക്കാനിരിക്കുന്നതിലൂടെ നമുക്ക് ലോങ് ടൈമിലേക്ക് കിട്ടുന്ന വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഈ വിൽ പവർ ഉള്ളവർ അതിലേക്കായിരിക്കും നോക്കുന്നത്. നമ്മുടെ ശരീരവും ബ്രെയിനും എല്ലാം എപ്പോഴും ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾക്കായിരിക്കും. പക്ഷേ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ, നമ്മൾ ചിന്തകൾ കൊണ്ട് മനസ്സിലാക്കാൻ നോക്കിയാൽ, നമ്മൾ ലോങ് ടൈം ഗോൾസ് ആയിരിക്കും വിലപ്പെട്ടതായിട്ട് കാണുക. ഈ ലോങ് ടൈം ഗോൾസിലേക്ക് നമ്മളെ തന്നെ നടത്താൻ നമുക്ക് വിൽ പവർ വേണം. നമ്മുടെ മനസ്സിൽ സത്യം പറഞ്ഞാൽ എപ്പോഴും ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ഇത് ചെയ്യണോ ചെയ്യണ്ടയോ, ഇന്ന് രാവിലെ ഈ സമയത്ത് എഴുന്നേക്കണോ എഴുന്നേക്കണ്ടയോ, അലാറം അടിക്കുമ്പോൾ സ്നൂസ് ബട്ടൺ ഞെക്കണമോ വേണ്ടയോ, ഈ ഒരു യുദ്ധത്തിൽ ശരി തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ ശക്തിയാണ് വിൽ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകം നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന പല തെറ്റുകളും വിൽ പവറിന് ശക്തിയില്ലാത്തത് കൊണ്ടാണ്. അത് നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം മറ്റേതൊരു മസിലും പോലെ പ്രവൃത്തിയിലൂടെ നമുക്ക് ശക്തി കൂട്ടിയെടുക്കാവുന്ന ഒരു മസിലാണ് വിൽ പവർ എന്ന് പറയുന്നത്. ഒരു മസിൽ പോലെ തന്നെയാണ്. അതായത് നമുക്ക് മസിലിന് ശക്തി കൂടണമെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. നമ്മൾ പ്രവർത്തിക്കും തോറും അത് കൂടുതൽ വെയിറ്റ് എടുക്കാൻ ശക്തിയുള്ളതാവും. അതുപോലെ തന്നെ നമ്മൾ വിൽ പവർ ഉപയോഗിക്കും തോറും ചെറിയ ചെറിയ തീരുമാനങ്ങളിൽ പോലും വിൽ പവർ ഉപയോഗിച്ച് നല്ല തീരുമാനങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വിൽ പവറിൻ്റെ ശക്തി കൂടും. വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മസിൽസിന് ഒരു ക്ഷീണം ഉണ്ടാകും. അതിനെ റെസ്റ്റിലൂടെ റിക്കവർ ചെയ്യുക എന്നുള്ളതുമുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വിൽ പവർ. ഒരളവിനപ്പുറം പ്രവർത്തിക്കാൻ പറ്റില്ല. അതിന് നമ്മൾ റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതും അത്യാവശ്യമാണ്. വിൽ പവർ കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ കാര്യം, നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഡെയിലി മുടങ്ങാതെ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു പുതിയ ശീലം തുടങ്ങാൻ ആരംഭിക്കുന്നു, പുസ്തകം വായിക്കാൻ തുടങ്ങണം, അല്ലെങ്കിൽ ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യണം, എന്താണെങ്കിലും ദിവസത്തിൻ്റെ ഒരു കൃത്യസമയം വെച്ച് അത് മുടങ്ങാതെ എല്ലാ ദിവസവും ചെയ്യുക എന്നുള്ളതാണ്. ചില ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള മടി വരും. ഫോർ എക്സാമ്പിൾ ജിമ്മിൽ പോകുന്ന കാര്യത്തിലാണെങ്കിലും അപ്പോഴും അത് മുടക്കാതെ, ഞാനൊന്ന് വർക്കൗട്ട് ചെയ്യുന്നില്ലെങ്കിലും ഒരു 5 മിനിറ്റ് ജിമ്മിൽ പോയി ഇരിക്കും, ജിമ്മിൽ പോയി വെറുതെ നടക്കും എന്നുള്ള ഒരു സെറ്റപ്പിലെങ്കിലും നമ്മളെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ മുടക്കം കൂടാതെ ചെയ്യുമ്പോൾ നമ്മുടെ വിൽ പവറിന് ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസും ശക്തിയും കിട്ടും. അതുപോലെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. വിൽ പവർ കൂട്ടാൻ വേണ്ടി എടുത്തു ചാടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത്. ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ വെയിറ്റുകൾ ആദ്യം എടുക്കുന്നത് പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കുക. ചെറിയ ചെറിയ സാക്രിഫൈസുകൾ ചെയ്യാൻ നമ്മൾ പഠിക്കുക. അങ്ങനെയാണ് നമ്മൾ വിൽ പവറിൻ്റെ ശക്തി കൂട്ടിയെടുക്കുന്നത്. നമ്മൾ വളരെ നിസ്സാരമെന്ന് വിചാരിക്കുന്ന എന്നാൽ വളരെ ശക്തിയുള്ളൊരു കാര്യമാണ് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. അലാറം വെച്ച് നേരത്തെ എഴുന്നേൽക്കുന്നത് നമ്മുടെ വിൽ പവറിന് ഡബിൾ എനർജി തരുന്ന ഒരു കാര്യമാണ്. കാരണം ഏറ്റവും അലസമായിട്ട് നമ്മുടെ ബോഡി കിടക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ബോഡി ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ആ ശരീരത്തിൻ്റെ ആ പ്രവണതയെ അതിജീവിച്ച് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, നമ്മുടെ ബോഡിയെ നമ്മൾ എഴുന്നേൽപ്പിക്കുമ്പോൾ അത് നമ്മുടെ വിൽ പവറിൻ്റെ സ്ട്രെങ്ത് ഡബിൾ ബൂസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്ത കാര്യമാണ് ഡെഡ് ലൈൻസ് വെക്കുക, പ്രഷർ യുവർ സെൽഫ്. അതായത് ഡെഡ് ലൈൻസ് വെക്കുമ്പോൾ നമുക്ക് തീർക്കണം എന്നൊരു തോന്നലുണ്ടാകും. ഇത് നമ്മളിലേക്ക് കൊണ്ടുവരുന്നൊരു പ്രഷറുണ്ട്. ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. എന്ത് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾ വെക്കുമ്പോഴും അതിനൊരു ഡെഡ് ലൈൻ വെച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യമൊക്കെ ഇത് ഭയങ്കര ഹാർഡായിട്ട് തോന്നുമെങ്കിലും, ക്വാളിറ്റിയിൽ കാര്യം ചെയ്ത് തീർക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരുമെങ്കിലും പതിയെ നമ്മുടെ ക്വാളിറ്റി തന്നെ കൂടാൻ തുടങ്ങും. നമ്മൾ ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. ഇത് നമ്മുടെ വിൽ പവർ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ഇനി ലാസ്റ്റായിട്ട് പറയാനുള്ളത്, നമ്മുടെ വിൽ പവറിന് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ്. അതായത് കുറച്ചളവ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ദിവസത്തിൻ്റെ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഏറ്റവും പാടുള്ള കാര്യമായിരിക്കണം. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഏറ്റവും പാടുള്ള വിഷയമായിരിക്കണം ആദ്യം പഠിക്കേണ്ടത് എന്ന് പറയുന്നത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടേണ്ട കാര്യമായിരിക്കണം ആദ്യം ചെയ്യാനായിട്ട് എടുക്കേണ്ടതും ആദ്യം തീർക്കേണ്ടതും. നമ്മുടെ വിൽ പവർ എനർജി ടോപ്പിൽ നിൽക്കുമ്പോൾ അത് ഏറ്റവും ആവശ്യമായിട്ടുള്ളിടത്തേക്ക് ഇടുക എന്നുള്ളതാണ് ഇതിൻ്റെ സിമ്പിളായിട്ടൊരു റീസൺ. വിൽ പവർ ഈസ് എ സൂപ്പർ പവർ ആൻഡ് വിൽ പവർ ഈസ് ഗെയിം ചേഞ്ചിങ്. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുക. ഇതിന് നമ്മൾ നമ്മുടെ വിൽ പവറിനെ ട്രെയിൻ ചെയ്തേ കഴിയൂ. വിൽ പവറിൻ്റെ ശക്തി കൂട്ടിയേ തീരൂ. ഇൻസ്പയറിംഗ് ഫ്രീ.